ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കണില്ലേ? ഞാനിന്ന് വന്നത് എന്തിനാണെന്നോ, നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവമായി 10 ദിവസം ഞാൻ അടിച്ച് പൊളിക്കലാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. അതായത് രാവിലെ തൊട്ട് എന്താ പറയുക, കഞ്ഞിയും പുഴുക്കൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഉച്ചയ്ക്ക് ടോക്കനുള്ളവർക്ക് ചോറും മോരുകറിയൊക്കെ കിട്ടും. ഈ കഞ്ഞിയും പുഴുക്കും എന്ന് പറയുന്നത് ഈ മുതിരയും ഇടിയൻ ചക്കയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു പുഴുക്കാണ് അത്. എത്ര ദൂരത്തു നിന്ന് ആൾക്കാർ കഴിക്കാൻ വരുന്നോ. അപ്പം നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മളെവിടുന്നാണ് വരുന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിവിടെ അടുത്തുനിന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ്. എത്രയോ പേരാണ് വഴി അകലത്തുനിന്ന് 2-3 ദിവസമൊക്കെ റൂം എടുത്തിട്ട് താമസിച്ചിട്ടൊക്കെയാണ് ഈ ഉത്സവം കൂടിയിട്ടൊക്കെ പോണത്. ഉത്സവത്തിന് മാത്രമല്ല, തൊഴാനായിട്ട് എത്ര ദൂരത്തു നിന്നാണ് വരുന്നത്. ഇന്ന് എൻ്റെ അടുത്ത് നിന്നിരുന്നൊരു ചേച്ചി ആലുവയിലുള്ളതാണ്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ അടുത്താണെന്ന് ചോദിച്ചപ്പോൾ അടുത്താണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. എന്താ പറയുക, എന്നിട്ട് നിങ്ങളെപ്പോഴും തൊഴാനൊക്കെ വരും? ഞങ്ങളെപ്പോഴും വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ആധാർ കാർഡ് കാണിച്ചു കൊടുത്താൽ 4 മണി തൊട്ട് 6 മണി വരെ കയറാൻ പറ്റും. രാവിലെയും കയറാം, വൈകിട്ടും കയറാം. അപ്പോൾ ഈ അടുത്ത പരിസരവാസികൾക്കുള്ളതാണത്. അങ്ങനെ ഒരു സംവിധാനം ഭഗവാൻ തന്ന കാരണം എന്തൊരു സുഖമാണെന്നറിയോ തൊഴാൻ പോകാനൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അവർക്കും ഭയങ്കര അത്ഭുതം. അതപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞു ഇങ്ങനെ അടുത്തായത് കൊണ്ടാണ് ഇങ്ങനെ പറ്റണത്. നമ്മൾ ഇത്തിരി ദൂരെയൊക്കെയാണെന്ന് വെച്ചാൽ പറ്റുമോ? ഇല്ല. ഇവരെ പോലെ നമ്മളിങ്ങനെ വന്ന് നിൽക്കണ്ടേ. അപ്പോൾ ഭഗവാനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. പിന്നെ ഭഗവാന്റെ ഇന്ന് ചെന്നപ്പോൾ എന്ത് സുഖമായിട്ടാണ് തൊഴുതത്. നടങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ കണ്ടാൽ ഭയങ്കര സങ്കടം വരും. അതെന്താണെന്നറിയില്ല, ഞാൻ പെട്ടെന്ന് കരയണ കൂട്ടത്തിലായതുകൊണ്ടായിരിക്കും. കണ്ണന് അറിയാതെ എനിക്ക് എത്ര സങ്കടം പിടിച്ചു നിർത്തിയാലും അറിയാതെ ഞാൻ കരഞ്ഞു പോകും. ചിരിച്ചിട്ട് കരയുക കേട്ടോ. ഭയങ്കര സന്തോഷമാവും കണ്ണനത് കാണുമ്പോൾ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയാണെങ്കിൽ MG ശ്രീകുമാറിൻ്റെ ഗാനമേള ഉണ്ടായിരുന്നു. അടിപൊളി ഗാനമേളയായിരുന്നു. എന്ത് വൈബായിരുന്നു എന്നറിയോ. നല്ല പാട്ടുകളായിരുന്നു. ഇപ്പോഴും MG ശ്രീ സാറ് എന്ത് നന്നായിട്ടാണ് പാടുന്നത്. നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പോൾ അത് കണ്ടിട്ടാണ് പിന്നെ പോകുന്നത്. പിന്നെ മോൻ ഇന്ന് സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് ഞങ്ങളൊരു 10 വരെയൊക്കെ ഇരുന്നുള്ളൂ. പോന്നു, മുഴുവൻ കാണാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷം. പിന്നെ അമ്പലം കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, എപ്പോഴും പോകണം എന്നുള്ളൊരു വിചാരമാണ്. കാരണം ഈ 10 ദിവസം അമ്പലത്തിൽ തന്നെയാവുക ഞാൻ കേട്ടോ. ഞാൻ എപ്പോഴും അവിടെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അതൊരു സന്തോഷമാണ്. ഈ 10 ദിവസം എങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം തോന്നും. അമ്പലം കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു വൈബാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ് അങ്ങോട്ട് ചെന്നാൽ. ഇനിയിപ്പോൾ 10ാമത്തെ ദിവസം ആണ് ഇത് തീർന്നു കഴിഞ്ഞാൽ പള്ളിവേട്ടയ്ക്കൊക്കെ വന്നോളട്ടെ. എല്ലാവരും ഞാൻ അമ്പലത്തിലേക്ക് ക്ഷണിക്കണം. എല്ലാവരും വരണം. ഉത്സവം കാണണം, വരണം, കഞ്ഞി കുടിക്കണം. അമ്പലത്തിലെല്ലാ ഇതും കാണണം. കുറേ സംഭവം, പള്ളിവേട്ട ഉണ്ടാവും, ആറാട്ടുണ്ടാവും. പിന്നെ ഈ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചിട്ടുള്ള ശീവേലികളുണ്ടാവും. കാണാൻ ഒരുപാടുണ്ടാവും. പറവയ്ക്കലുണ്ടാവും. അങ്ങനെ ഒത്തിരി സന്തോഷമുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഞാൻ അമ്പലത്തിലേക്ക് ക്ഷണിക്കണം. എല്ലാവരും വരണം, കാണണം. പിന്നെന്താ, ഇനി മോനൊക്കെ സ്കൂളിൽ വിട്ട് വന്നിട്ട് വേണം നമുക്ക് പോയിട്ട് ഇനി വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കണമൊക്കെ എടുത്തിടാവേ. അപ്പോൾ എല്ലാവരും കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വരിക. എല്ലാവർക്കും ഭഗവാന്റെ കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സുഖമായിരിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.